നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഐഫോൺ യൂസർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിരിക്കേണ്ട ഒരു സെറ്റിങ്സ് ആണിത്. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളെ തന്നെ വീഡിയോയിലോട്ടം കടന്നേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ഒന്നും കൂടെ, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക്, അതായത് നിങ്ങളുടെ പാസ്വേഡ് അവർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയി തന്നെ ആ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മളെ സ്ക്രീൻ ലോക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ആപ്പ് ഐ ഡി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോണിൽ നമുക്ക് 2 പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പാസ്വേഡ് നമ്മുടെ സ്ക്രീൻ ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആപ്പ് ഐ ഡിയോ കാര്യങ്ങളോ സ്ക്രീൻ ലോക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ സെറ്റിങ്സ് നിങ്ങളിൽ ഓൺ ആണെന്നുണ്ടെങ്കിൽ, എല്ലാത്ത സമയത്ത് നോർമലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ സ്ക്രീൻ ലോക്ക് വെച്ച് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഒന്നും കൂടെ സെറ്റാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലോട്ടും കടന്നേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സെറ്റിങ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് ഇത് ഉപയോഗിച്ച് നമ്മൾ സ്ക്രീൻ ലോക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ടേൺ ഓഫ് ചെയ്യാൻ അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മുകളിലായി ആപ്പ് ഐ ഡി കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ സൈൻ ഔട്ടൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിരുന്നാൽ ഇനി അങ്ങനെ നമുക്കത് ഹൈഡ് ചെയ്യാൻ നോക്കാം. അതിനെ ആദ്യമായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ സ്ക്രീൻ ടൈം എന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മളെ ഫോക്കസിൻ്റെ നേരെ താഴെ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാതെ ഇവിടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഫോക്കസിൻ്റെ നേരെ താഴെ. അപ്പോൾ കൂടുതൽ ആളുകളും ഒരൊറ്റ സ്ക്രീൻ ലോക്ക് യൂസ് ചെയ്താണ് നമ്മൾ ഇത്രയും വില കൂടി ഐഫോണൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ റൂമിലുള്ള ആരെങ്കിലുമൊക്കെ നമ്മളെ ഫോണിൻ്റെ ലോക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു വിഷയമാണ്, അവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ സ്ക്രീൻ ടൈം ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം എന്നത് ക്ലിക്ക് ചെയ്ത് അതുപോലെ തന്നെ ഓൺ ചെയ്യുക. ദിസ് ഈസ് മൈ ഫോൺ എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളെ സ്ക്രീൻ ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ താഴെ തന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ സ്ക്രീൻ ടൈം ഓണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സെറ്റ് ചെയ്യുക. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. ചെറിയ സ്ലോ ഉണ്ട് ഫോൺ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 തവണ നമ്മളെ പാസ്വേഡ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ ഫോൺ സ്ലോ ആവുന്നുണ്ട്. മുഷ്കിൽ. ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് സ്ക്രീൻ ടൈം സെറ്റിങ്സിലേക്ക് തന്നെ വരിക. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്ത് ഒന്നും കൂടി സ്ക്രീൻ ടൈം സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടൻറ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻസ് എന്ന് കാണാം. നമുക്ക് താഴെയായി ഒന്നുകൂടെ ഞാൻ സ്ക്രീൻ ടൈം അത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ ടൈം ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി റെസ്ട്രിക്ഷൻസ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് വന്നാൽ എന്തൊക്കെ അലോ ചെയ്യണം, അത് ഡോണ്ട് അലോ എന്നുണ്ട്. അതിൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പാസ്വേഡ് ചേഞ്ചിങ് ഡോണ്ട് അലോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് ഒരു വേറെ തന്നെയാണ്, അതായത് നമ്മളെ സ്ക്രീൻ ലോക്ക് ആവില്ല, ഇത് വേറെ തന്നെയാണ് ഇതിൻ്റെ ലോക്ക്. അതുപോലെ തന്നെ ആപ്പിൾ ഐ ഡി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള ഇതും ഞാൻ ഡോണ്ട് അലോ കൊടുത്തു. ഇത് രണ്ടും ഞാൻ ഡോണ്ട് അലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് മുകളിലായി ഹൈഡായി കാണാൻ സാധിക്കും. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫേസ് ഐ ഡി പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണാനേ സാധിക്കുന്നു.